ഹലോ, നമ്മൾ 12th ചാപ്റ്ററിലേക്ക് പോവാണ്. 12th ചാപ്റ്ററിൻ്റെ പേരാണ് തോസിയാക്ക സപ്ന. തോസിയ, ഈ കാണുന്ന കുട്ടിയാണ് തോസിയ. അപ്പോൾ തോസിയയുടെ സ്വപ്നത്തിനെ പറ്റിയാണ് ഈ സ്റ്റോറി. നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കിയാലോ. एक दिन തോസിയ ने സപ്ന ദേഖ. ഒരു ദിവസം തോസിയ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. തോസിയ ബഹുത് സപ്നെ ദേഖ്തി ഹൈ. തോസിയ എപ്പോഴും സ്വപ്നം കാണും. എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ തോസിയ നിറയെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. വ ഉഡ്കർ സപ്നോं के बारे में बात भी करती है. സ്വപ്നം കാണാറ് മാത്രമല്ല, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തൻ്റെ സ്വപ്നത്തിനെ പറ്റി വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കാറുമുണ്ട്. തോസിയ को सपना आया कि दुनिया के सारे रंग उड़ गए हैं. ഈ പ്രാവശ്യം തോസിയുടെ സ്വപ്നം എന്താണ്? ദുനിയാ കെ സാരേ രംഗ്, ഈ ലോകത്തിലെ മുഴുവൻ നിറങ്ങളും ഉഡ് ഗയേ ഹേ, അപ്രത്യക്ഷമായി പോയി, എല്ലാം എവിടെയോ പോയി. കहीं കോയി രംഗ് നഹീ ബച്ചാ, എവിടെയും ഒരു നിറങ്ങളും കാണുന്നില്ല. ഉസ്നെ ദേഖാ കി സബ് കുച്ച് സഫേദ് സഫേദ് ഹോ ഗയാ ഹേ. അവൾ നോക്കുന്ന സമയത്ത് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും വൈറ്റ് കളർ മാത്രമായിട്ടാണ് കാണുന്നത്. ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ചുറ്റുപാടുള്ള മരങ്ങളും പൂക്കളും പിന്നെ ബട്ടർഫ്ലൈയും എല്ലാം വൈറ്റ് ആയിട്ടാണ് തോസിയുടെ സ്വപ്നത്തിൽ കാണുന്നത്. തോസിയ ഉടി और सपने को याद करने लगी. തോസിയ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പം അവൾ ഇപ്പോൾ ഉറങ്ങിയ സമയത്ത് കണ്ട സ്വപ്നത്തിനെ പറ്റി ഓർത്തുകൊണ്ടിരുന്നു. വ എക്ദം സെ ഘബ്രാ ഗയി. അവൾ പെട്ടെന്ന് പേടിച്ചു പോയി. ഘബ്രാ ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോയി. തോസിയ സോച്ചനെ ലഗി കി ക്യാ സച്ച്മുച്ച് രംഗ് ഗായബ് ഹോ ഗയി ഹേ. തോസിയ സോച്ചനെ ലഗി, അവൾ പെട്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഇത് സ്വപ്നം തന്നെ ആയിരുന്നോ അതോ സച്ച്മുച്ച് സത്യമായിട്ടും രംഗ് ഗായബ് ഹോ ഗയേ ഹേ, കളറുകളൊക്കെ നഷ്ടമായോ അപ്രത്യക്ഷമായി പോയോ എന്ന് കരുതി. തോസിയ രസോയി മേ ഗയേ. തോസിയ നേരെ കിച്ചണിലേക്ക് ചെന്നു. രസോയി എന്ന് പറഞ്ഞാൽ കിച്ചൺ. വഹാം ബഹുത് സാരെ രംഗ് ബിരംഗെ മസാലെ രഖേ ഹുയേ ദേ. അവിടെ കുറേ കളർഫുൾ ആയിട്ടുള്ള മസാലകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, കിച്ചണിൽ ഉപയോഗിക്കുന്ന മസാലകളാണ്. എന്തൊക്കെയാ? ലാൽ മിർച്ച്, ജീര, ഹൽദി, ധനിയ, മേത്തി, അങ്ങനെ പലതരം മസാലകൾ. ലാൽ മിർച്ച് എന്ന് പറഞ്ഞാൽ റെഡ് ചില്ലി, ജീര എന്ന് പറഞ്ഞാൽ ജീരകം, ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, ധനിയ എന്ന് പറഞ്ഞാൽ മല്ലി, പിന്നെ മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കിച്ചണിൽ പോയി നോക്കണം കേട്ടോ, ഈ പറഞ്ഞിരിക്കുന്ന മസാലകളൊക്കെ എന്താ, അതിൻ്റെ നിറങ്ങൾ എന്താന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. തോസിയ ഉഡ്കർ ബാഹർ ബഗീച്ച മേ ഗയി. അവിടുന്ന് നേരെ എണീച്ച് തോസിയ ബാഹർ പുറത്ത് ബഗീച്ച മേ ഗയി, തോട്ടത്തിലേക്ക് പോയി. വഹാ രംഗ് ബിരംഗെ ഫൂൽ ഖിലേ ഹുയേ ഥേ. അവിടെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഗേന്ദ, ചമേലി, സദാബഹാർ, ഗുലാബ്, സൂരജ്മുഖി, അങ്ങനെ പല പല പൂക്കൾ. തോസിയ ने देखा कि उसके कपड़े में रंग है. അപ്പോൾ തോസിയ നോക്കുന്ന സമയത്ത് അവളുടെ വസ്ത്രങ്ങളിൽ, അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളിലൊക്കെ കളറുണ്ട്. മമ്മി പപ്പാക്ക് കപ്പടെ മേ ബി രംഗ് ഹേ. ഗാർഡനിൽ അച്ഛനും അമ്മയും ഉണ്ടല്ലേ, അച്ഛൻ്റെയും അമ്മയുടെയും ഡ്രസ്സിൽ നോക്കി, അവരുടെ ഡ്രസ്സിലും രംഗ് ഹേ, നിറമുണ്ട്. ഘർ മേ ബി ഖൂബ് സാരെ രംഗ് ദിഖ് രഹേ ഹേ. ഘർ മേ ബി, വീട്ടിലും ഖൂബ് സാരെ, കുറേ നിറങ്ങൾ കാണുന്നുണ്ട്. തോസിയ മമ്മി കെ സാത്ത് ബസാർ ചൽ പടി.
തോസിയ അമ്മയുടെ കൂടെ ബസാർ മാർക്കറ്റിൽ പോയി. വഹാം ഖൂബ് സാരി രംഗ് ബിരംഗി സബ്ജിയാൻ ധീ. അവിടെ പലതരം പല കളറുകളുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. ഗാജർ, ബേങ്കൻ, ടമാട്ടർ, സേം, മട്ടർ, അങ്ങനെ പലതരം വെജിറ്റബിൾസ്. ബസാർ മേ പതംഗ് കി ദുകാൻ ഭി ദി. മാർക്കറ്റിൽ പച്ചക്കറികളുടെ ഷോപ്പ് മാത്രമല്ല, പതംഗ് കി ദുകാൻ ഭി ധി. പതംഗ് എന്ന് പറഞ്ഞാൽ കൈറ്റ്. അവിടെ ഒരു കൈറ്റ് ഷോപ്പും ഉണ്ടായിരുന്നു. ദുകാൻ മേ ഖൂബ് സാരി രംഗ് ബിരംഗി പതംഗേ ദേ. കൈറ്റിൻ്റെ ഷോപ്പിൽ പല നിറങ്ങളിലുള്ള പലതരത്തിലുള്ള കൈറ്റുകളും ഉണ്ടായിരുന്നു. കാലി, പീലി, നീലി, ഹരി, നാരങ്ങി, അങ്ങനെ പല കളറുകൾ. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, പീല എന്ന് പറഞ്ഞാൽ യെല്ലോ, നീല, ബ്ലൂ, ഹരി, ഗ്രീൻ, നാരങ്ങി, ഓറഞ്ച്, അങ്ങനെ പല പല നിറങ്ങൾ. മമ്മി ചുന്നിക്ക് ദുക്കാൻ പർ ഗയേ. അമ്മ അവിടെ നിന്ന് ഒരു ഷോളിൻ്റെ കടയിലും കൂടി പോയി. വഹാം ഖൂബ് സാരി രംഗ് ബിരംഗി ചുന്നിയ ദി. അപ്പോൾ ആ ഷോൾ വാങ്ങിക്കുന്ന കടയിൽ പലതരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഷോളുകളും ഉണ്ടായിരുന്നു. ഗുലാബി, ബേങ്കനി, ഫിറോസി, ആസ്മാനി, ഭൂരി, അങ്ങനെ പല പല കളറുകൾ. ഗുലാബി എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ, ബേങ്കനി എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളർ, ഫിറോസി എന്ന് പറഞ്ഞാൽ ടർക്കോയിസ് കളർ, ആസ്മാനി എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ, ഭൂരി എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ, അങ്ങനെ അങ്ങനെ പല നിറത്തിലുള്ള ഷോളുകൾ ഉണ്ടായിരുന്നു. ബസാർ മേ ഗുബ്ബാരെ വാല ഖടാ ഹുവാ താ. അത് മാത്രമല്ല, ആ ഒരു മാർക്കറ്റിൽ ഒരു ഗുബ്ബാരെ വാല, ഒരു ബലൂൺ വിൽക്കുന്ന ആളും ഉണ്ടായിരുന്നു. ഉസ്കെ പാസ് ഖൂബ് സാരെ രംഗ് ബിരംഗെ ഗുബ്ബാരെ ദേ. അയാളുടെ അടുത്ത് പല കളറുകളുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു. നീലെ, പീലെ, ഹരെ, ലാൽ, ഗുലാബി. തോസിയാനെ ഖൂബ് സാരെ രംഗ് ദേഖേ. കോസിയ കുറേ നിറങ്ങൾ കണ്ടു. വഹ് ഖുഷ് ഹോ ഗയേ കി രംഗ് ഗായബ് നേ ഹുവേ ഹേ. അവൾക്ക് വളരെ സന്തോഷമായി. കി രംഗ് ഗായബ് നേ ഹുവേ ഹേ. കളറുകളൊന്നും കളഞ്ഞു പോയിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. വഹ് രംഗോ കി ഗിന്നെ ലഗി. അവിടെയൊക്കെയുള്ള നിറങ്ങൾ ആകെ എത്ര തരം കളറുകളുണ്ടെന്ന് എണ്ണാൻ തുടങ്ങി. തോസിയ ഘർ ആക്കർ ദൊബേർ കോ സോ ഗയേ. തോസിയ വീട്ടിൽ വന്നിട്ട് ദൊബേർ ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോയി. ഉസ്നെ ഉഡ്കർ ദേക്കാ കി നാനി കി സഹേലിയാം ആയി ഹുയി ഹേ. അവൾ ഉറങ്ങി എണീച്ച് നോക്കിയപ്പോൾ അമ്മൂമ്മയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ. ഉൻ സബ്കെ ബാൽ സഫേദ് സഫേദ് ഹേ. അവൾ നോക്കിയപ്പോൾ അവരുടെയൊക്കെ മുടി വെളുത്ത മുടിയാണ്. ഇത് കണ്ടോ, അമ്മൂമ്മയുടെ മുടി നിങ്ങളുടെയൊക്കെ മുടി പോലെ ബ്ലാക്ക് മുടിയാണോ? അല്ല, വൈറ്റ് മുടിയാണ്. തോസിയാക്കോ ഏക് ബാത് യാദായി. വ രാത് കോ നാനി കെ സാത്ത് സോയി ഥി. അപ്പോൾ തോസിയയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. രാത് കോ, കഴിഞ്ഞ രാത്രി നാനിയുടെ കൂടെയായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇസ്ലിയേ സപ്നെ മേ സബ് സഫേദ് സഫേദ് ദിഖാ ഹോഗാ. തോസിയ നാനി കെ ബാലോം കോ ഗൗർ സെ ദേഖ്നെ ലഗി. അപ്പോൾ തോസിയ ചെന്നിട്ട് അമ്മുമ്മയുടെ മുടി ഒരു അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. വഹ് നാനി കെ ബാലോം കോ ചൂ ചൂക്കർ ദേഖ്നെ ലഗി. അതിനുശേഷം അവൾ മുത്തശ്ശിയുടെ മുടി ചൂ ചൂക്കർ തൊട്ട് തൊട്ട് നോക്കാനും തുടങ്ങി. തോസിയ സോച്ചനെ ലഗി കി നാനി കെ ബാൽ സഫേദ് ക്യോ ഹേ. അവളപ്പോൾ ചിന്തിച്ചു, എന്തുകൊണ്ടാ മുത്തശ്ശിയുടെ മുടി ഇതുപോലെ വൈറ്റ് കളറായിരിക്കുന്നത്? എൻ്റെ മുടിയൊക്കെ ബ്ലാക്ക് അല്ലേ, മുത്തശ്ശിയുടെ മുടി എന്തുകൊണ്ടാ വൈറ്റ് കളറായിരിക്കുന്നത്? ഉസ്നെ നാനി സെ പൂച്ചാ കി ഉൻകെ ബാലോം കാ രംഗ് കഹാം ഗയാ. അപ്പോൾ അവൾ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി, മുത്തശ്ശിയുടെ മുടിയുടെ കളറൊക്കെ എവിടെ പോയി? നാനി ബോലിക്ക് പേലെ ഉൻകെ ബാൽ ബി കാലേ തേ. അപ്പോൾ മുത്തശ്ശി പറയാ, പണ്ട് എൻ്റെ മുടിയും നല്ല കറുത്തിട്ടായിരുന്നു. ഫിർ ഉൻകെ ബാലോം കാ രംഗ് തോസിയ കെ ബാലോം മേ ചലെ ആയ.
അപ്പോൾ പണ്ട് എൻ്റെ മുടി നല്ല ബ്ലാക്ക് ആയിരുന്നു. പിന്നെ തോസിയെ ജനിച്ചതിന് ശേഷം എൻ്റെ മുടിയുടെ കളറൊക്കെ പോയിട്ട് എല്ലാം തോസിയുടെ മുടിയിലേക്ക് വന്നു എന്ന് തമാശയ്ക്ക് പറയാ. നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലുമൊക്കെ മുടി വൈറ്റ് ആയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവരുടെ മുടി വൈറ്റ് കളറായി മാറുന്നത്? നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സസൈസ് നോക്കാം. बातचीत के लिए क्या आप कभी कोई सपना देखकर खुशी या डर से उड़े थे? നിങ്ങൾ എപ്പോഴെങ്കിലും ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ഞെട്ടി എണീച്ചിട്ടുണ്ടോ? अपने सपनों के बारे में बातचीत कीजिए. നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെ പറ്റി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. इस कहानी में कौन कौन से रंग है? ഈ കഥയിൽ നമ്മൾ ആദ്യം മുതൽ സ്റ്റോറി വായിച്ച സമയത്ത് അവസാനം വരെ എത്ര കളറുകളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്? ഓരോരോ കളറ് സർക്കിൾ ചെയ്ത് അവസാനം എല്ലാം കൂടി ലിസ്റ്റ് ചെയ്യണം ബുക്കിൽ. സംസാർ മേ രംഗ് ന ഹോത്തെ തോ കേസേ ലഗേഗ? ഈ ലോകത്തിൽ നിറങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഉണ്ടാവുക? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മരങ്ങൾക്കൊക്കെ വൈറ്റ് കളറാണ്, പക്ഷികൾക്കൊക്കെ വൈറ്റ് കളറാണ്, പിന്നെ പൂക്കൾക്കും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വൈറ്റ് കളറാണ്. ഒന്നിനും വേറെ നിറങ്ങളില്ല. ബോറിംഗ് ആയിരിക്കും അല്ലേ? പിന്നെയോ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യൂ. खोजे जाने. कहानी का क्रम खोजिए, फिर उसे पढ़कर सुनाइए. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സെൻറ്റൻസുകളും ബുക്കിൻ്റെ ഓർഡറിൽ വേണം നിങ്ങൾ എഴുതാൻ. തോസിയ ने नानी से उनके सफ़ेद बालों के बारे में पूछा. സോഫിയ മുത്തശ്ശിയോട് അവരുടെ വൈറ്റ് ഹെയറിനെ പറ്റി ചോദിച്ചു. തോസിയ ബസാർ ഗയി ജഹാൻ രംഗീൻ പതംഗെ ചുന്നിയാ और गुब्बारे देखे. തോസിയ മാർക്കറ്റിൽ പോയി. അവിടെ എന്തൊക്കെയാണ് കണ്ടത്? പതംഗേൻ ചുന്നിയ और गुब्बारे देखी थी. തോസിയ ബഗീച്ചെ മേ ഗയി ജഹാൻ तरह तरह के रंग बिरंगे फूल थे. തോട്ടത്തിൽ പോയപ്പോൾ കുറേ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കണ്ടു. തോസിയ ने सपना देखा कि सब कुछ सफ़ेद हो गया है. തോസിയ എല്ലാ കളറുകളും എല്ലാത്തിൻ്റെയും കളറ് വൈറ്റായി പോയതായിട്ട് സ്വപ്നം കണ്ടു. തോസിയ ने रसोई में रंगीन मसाला देखी. തോസിയ കിച്ചണിൽ പോയപ്പോൾ അവിടെ കളർഫുൾ ആയിട്ടുള്ള മസാല കണ്ടു. തോസിയ ഘർ ആക്കർ ദോപഹർ കോ സോ ഗയി. തോസിയ വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോയി. എന്താ ഇതിൻ്റെ ഓർഡർ? ഫസ്റ്റ് തോസിയ സ്വപ്നം കണ്ടു. എണീച്ചപ്പം കളറുകൾ നഷ്ടമായോ എന്ന് പേടിച്ചിട്ട് കിച്ചണിലേക്ക് പോയി നോക്കി. അതിനുശേഷം എവിടെയാണ് പോയത്? ഗാർഡനിലേക്കാണല്ലേ? 3. അതിനുശേഷം അമ്മയുടെ കൂടെ ബസാറിൽ പോയി. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീച്ചപ്പോൾ നാനിയും നാനിയുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. അപ്പോൾ നാനിയോട് അവരുടെ വൈറ്റ് ഹെയറിനെ പറ്റി ചോദിച്ചു. ഇതാണല്ലേ കറക്റ്റ് ഓർഡർ. ശബ്ദോं का खेल. रंगों में छुपे शब्द खोजिए और लिखिए. ഗുലാബി മേ ഗുലാബ്. ഇവിടെ തന്നിരിക്കുന്ന ഓരോ കളറുകളുടെ പേരിലും ഓരോ വാക്കുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗുലാബി മേ ഗുലാബ്. ഗുലാബി എന്ന കളർ പിങ്ക് കളറാണ്. അതിൽ എന്താണ് ഒളിച്ചിരിക്കുന്നത്? ഗുലാബ്. ആസ്മാനി. ആസ്മാനിയിൽ ഏത് വാക്കാണ് ഒളിച്ചിരിക്കുന്നത്? ആസ്മാൻ. ഈ ഇല്ലാതെ ആസ്മാൻ, ആകാശം. ആസ്മാനി എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളറാണ് ആസ്മാനി. ബേങ്കനി. ബേങ്കനിയിൽ ബേങ്കൻ. ബേങ്കൻ എന്ന് പറഞ്ഞാൽ വഴുതിനങ്ങയാണ്, എഗ് പ്ലാന്റ്. സിന്ദൂരി. ഏത് വാക്കാണ് ഒളിച്ചിരിക്കുന്നത്? സിന്ദൂർ. ഈ എന്ന ചിഹ്നം ഒഴിവാക്കി സിന്ദൂർ. അത് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക. रसोई में रंग. തോസിയ ने रसोई में रंग ही रंग देखे. തോസിയ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പലതരം കളറുകൾ കണ്ടു.
മിർച്ച്, മിർച്ചിൻ്റെ കളർ എന്തായിരുന്നു? മിർച്ച് ലാൽ രംഗ് കി, മിർച്ചിൻ്റെ കളറാണ് റെഡ്. കാലി മിർച്ച് ബ്ലാക്ക് പെപ്പർ കാലേ രംഗ് കി. ഹൽദി മഞ്ഞൾ പീലേ രംഗ് കി. सरसों पीली रंग की. धनिया पत्ती हरी रंग की और मेथी दान बुरी रंग की, ബ്രൗൺ കളറിലെയാണ്. അപ്പോൾ കിച്ചണിൽ കണ്ട ഓരോ സാധനങ്ങളുടെയും കളറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആയേ കുച്ച് ബനായേ, ഇവിടെ പേപ്പർ ഉപയോഗിച്ച് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, കൃത്യമായ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പേപ്പർ എടുത്ത് മടക്കി ഈ തന്നിരിക്കുന്ന പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി ഇത് കിട്ടും. നല്ല ഭംഗിയായിട്ട് നിങ്ങളൊക്കെ വീട്ടിലിരുന്നിട്ട് ഇതുണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.